ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു സൂത്രം പറഞ്ഞു തരാനാണ്. പഴയ ആൾക്കാർക്കും അറിയാം, പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ധാന്യങ്ങളുണ്ടല്ലോ, ജീരകം, കടുക്, ഉലുവ, പരിപ്പ്, പയറ്, ഉഴുന്ന്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കടുക് അതിൻ്റെ ഇടയിൽ കൂടെ കൂടിയിച്ചാൽ കടുകിനെ വേർപ്പെടുത്താൻ പണ്ടുള്ളവർ ചെയ്തു തരുന്നത് പലകയുടെ മുകളിലോ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ മൂടില്ലേ, മൂട് ഭാഗം അതെടുത്തിട്ടോ ഒക്കെയാണ് ഞങ്ങളത് വൃത്തിയാക്കിയിരുന്നത്. അന്ന് എന്താ വെച്ചാൽ കൂടി കലർന്നിട്ടല്ല, അതിൽ കല്ലും പൊടി ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടി കടുകിന് നമ്മൾ പലകേൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടി ചെരിച്ച് വയ്ക്കുക പലക. എന്നിട്ട് അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ കടുക് വേറെ പോവും, കരട് മാറിക്കിട്ടും. അതങ്ങനെ ഞങ്ങൾ അന്ന് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞു കടുകും ഉലുവയും ഒന്നിച്ച് ചേർന്നു, നീ എന്താ വേണ്ട കളയേ രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കളയണ്ട, അതങ്ങോട്ട് തന്നോളൂ, ഞാൻ ശരിയാക്കി എടുത്തോളാം, ഇങ്ങനെ ചെയ്താൽ മതിയെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു കൊണ്ടുപോയി ചെയ്തോളൂ, ഞാനൊന്നും ചെയ്യില്ല, ഞാനോ കൊണ്ട് കളയുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, അങ്ങോട്ട് തന്നോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാണിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ രണ്ടും നമുക്ക് വേർപെടുത്താൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ കടുക് ഉലുവയാണ് കൂടി കലർന്നിരിക്കുന്നത്. അപ്പോൾ ഈ കടുകിനെയും ഉലുവിനെയും വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ കടുകിൻ്റെ പരിപ്പില്ലാത്തത് അതിൽ കിടക്കും. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, അതിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കടുകിൻ്റെ പരിപ്പില്ലാത്ത കടുക് പൊന്തി വരും. അപ്പോൾ നമുക്ക് തൂറ്റിക്കളഞ്ഞ് ഉലുവ നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ നല്ല ഒരു ഐഡിയ ആണ് ഇത്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അറിയണവരുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. ഈ ധാന്യങ്ങളുടെ കൂടെ കടുക് കൂടി കലർന്നാൽ എന്താ വേണ്ടതെന്ന് അറിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവരെന്ത് വെച്ചാൽ അതൊന്നുമില്ല ഈ കളയും, അല്ല ഞാൻ ആർക്കെയും കൊടുക്കും. എനിക്ക് അങ്ങനെ കിട്ടിയതാട്ടത്, അയൽവക്കത്ത് തന്നതാ, ഇതെന്താ വെച്ചാൽ ചെയ്തോളൂ, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ വേണ്ട, ഇതെടുത്തോളൂ, നിങ്ങൾ ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്നാണ്. ഉലുവയും കടുകാണ് ചേർന്നേക്കണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉലുവയും കടുവും കട്ടിംഗ് ബോർഡില്ലേ, അല്ലെങ്കിൽ പലക, എന്തെങ്കിലും ഒരു പരന്ന പാത്രത്തിൻ്റെ മുകളിൽ, അത് പ്ലെയിൻ ആയിരിക്കണം, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിട്ടു. ഇനിയിപ്പോൾ ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ കടുകൊക്കെ ഇങ്ങനെ പോണ് കാണാം. കണ്ടോ, ഇങ്ങനെ ഇട്ടതാണ് ഞാനിത്. ഇതിപ്പോൾ ലാസ്റ്റ് അപ്പോഴേക്കും ഒരു ഐഡിയ പറഞ്ഞുതരാതെ. ഇങ്ങനെ കടുക് മാത്രമായിട്ട് പോകും, ഉലുവ അവിടെ കിടക്കും. അതേമാതിരി എല്ലാ ധാന്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ സൂത്രം ചെയ്ത് നോക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയില്ല, ഇനി അടുത്ത തലമുറയ്ക്കൊന്ന് ഒരു പഠിക്കാനുള്ളത്. പഴയ ആൾക്കാർക്കോ എല്ലാവർക്കും അറിയാം കേട്ടോ, ഇപ്പോൾ ഉള്ളവർക്കറിയില്ല. അപ്പോൾ അതിങ്ങനെ കടുക് മാത്രം കിട്ടും, ഉലുവ വേറെ കിട്ടും. അങ്ങനെ ഉലുവ വേറെ ആക്കിയതാണിത് കേട്ടോ, ഉലുവ വേറെ ആക്കി. അപ്പം ഇത് നമുക്ക് കുറച്ചാക്കി ഇതും കൂടി നമുക്ക് ആക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ആക്കേണ്ടത്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മൊത്തം കടുക് മാത്രം അങ്ങോട്ട് പോവും, ഉലുവ ഇവിടെ കിടക്കും. അതേപോലെ തന്നെ എല്ലാ ധാന്യങ്ങളും പരിയുടെ കൂടെ കൂടിയാലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും കടുക് അവിടെ കിടക്കില്ല, കടുക് ഉരുണ്ട് സ്ലോപ്പ് ആവണേ. ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെക്കണം കേട്ടോ, സ്ലോപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വെക്കുക. സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഈ കടുക് ഉലുവയൊക്കെ നമുക്ക് വേർപെടുത്താൻ പറ്റും. പണ്ടുള്ളവർക്കൊക്കെ അറിയേ, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തു തരുന്നത്. അന്ന് പിന്നെ കൂടി കലർന്നിട്ടല്ല, കടുകിൽ പൊടി ഉണ്ടാവും, പിന്നെ കല്ലുണ്ടാവും. അപ്പോൾ അത് കളയാനാണ് ഞങ്ങളിങ്ങനെ ചെയ്തു തരുന്നത്. അപ്പോൾ കണ്ടോ, കടുക് മാത്രം വേറെ കിടക്കണേ. അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ കടുകും ഉലുവയും വേർതിരിച്ചിട്ടുണ്ട്. ഇനി കടുകിൻ്റെ ഈ പരിപ്പില്ലാത്ത ഇത് കടുക് ഒഴുകി പോവില്ല, ഉരുണ്ട് പോവില്ല. അപ്പോൾ അത് കളയാനുള്ള എന്താ ഏർപ്പാടെന്ന് കാണിച്ചു തരാം. അതിൻ്റെ സൂത്രം കാണിച്ചു തരാം കേട്ടോ, അതുകൂടി കണ്ടോളൂ.